മയങ്ങിക്കിടക്കുന്ന വൈകിയുടെ അടുത്തേക്ക് നടന്നു വെക്കുന്ന ആദർശിനെയാണ് ഇരുവരും കാണുന്നത്. അവളെ നോക്കാൻ ഏൽപ്പിച്ച നേഴ്സ് ബോധരഹിതയായി നിലത്തിറക്കുന്ന അവർ അപ്പോഴാണ് കണ്ടത്. വാതിൽ തുറക്കുന്ന ശബ്ദം കേട്ടത് തിരിഞ്ഞു നോക്കിയ ആദർശ് പ്രേതത്തെ കണ്ടുപോലെ വിളറി വെളുത്തു. അവര് രണ്ടുപേരും ആ സമയത്ത് അവിടെ പ്രതീക്ഷയിലായിരുന്നു. ദേഷ്യം കൊണ്ട് അഗ്നിയുടെയും ടോണിയുടെയും മുഖമെല്ലാം വലിഞ്ഞു മുറുകിയിട്ടുണ്ട്. ഇരയെ മുന്നിൽ കിട്ടിയ സിംഹത്തിന്റെ ഭാവമായിരുന്ന അഗ്നിക്ക് ആ സമയം അവന്റെ ചുണ്ടിൽ ക്രൂരമായൊരു പുഞ്ചിരി വിടർന്നു. ആദർശ് രണ്ടും കൽപ്പിച്ച് അവർ രണ്ടുപേരെ ഇടിച്ചു വീഴ്ത്തി രക്ഷപ്പെടാൻ ഒരു പാഴ്ശ്രമം നടത്തി. അത് മുന്നേ കുട്ടി മനസ്സിലാക്കിയിട്ട് ഇരുവരെ അവനെ ബ്ലോക്ക് ചെയ്ത് പിടിച്ചു നിർത്തി. സത്യത്തിൽ അഗ്നിയുടെ ഒരു കൈക്കിലായിരുന്നു ആദർശ്. ഇന്നലെ ഓഫീസിൽ വെച്ച് വൈകിയുടെ വയറിൽ പൊട്ടിയ ഫ്ലവേഴ്സ് കൊണ്ട് അവളെ കുത്തുന്ന രംഗം അഗ്നിയുടെ മനസ്സിലൂടെ മിന്നിമാഞ്ഞു പോയി. അത് ഓർക്കുന്തോറും അവനൊരു ചെകുത്താനായി മാറിയിരുന്നു. ശ്വാസം കിട്ടാതെ ആദർശ് അഗ്നിയുടെ കൈകളിൽ കിടന്ന് പെടച്ചു. ടോണിക്ക് അഗ്നി ആദർശിനെ ഇപ്പോൾ കൊല്ലുമെന്ന് തോന്നി. ഹോസ്പിറ്റലാണ്, ആളുകളെ ശ്രദ്ധിക്കുന്നുണ്ട്. വീടാതെ പറഞ്ഞേ. നമുക്ക് അവൻ എന്തുകൊണ്ട് ചെയ്യാം, ഇപ്പോഴല്ല ഗോണർ വെച്ച്. നീ ഇപ്പോൾ അവൻ വിട്. എന്തുകൊണ്ടോ ടോണി പറഞ്ഞ കാര്യം ശരിയാണെന്ന് അഗ്നിക്ക് തോന്നി. അവൻ ആദർശിന്റെ കഴുത്തിൽ നിന്ന് പിടിയാച്ചത് ആദർശി ജീവനം കൊണ്ട് പുറത്തേക്ക് ഓടി. അവൻ ഓടുന്ന ഒരു ഗൂഢ മന്ദസ്മിതത്തോടെ അവർ രണ്ടുപേരും നോക്കി നിന്നു. വൈകി ഉണരുമ്പോൾ ടോണി അവിടെ നിൽക്കാന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അഗ്നി ഫ്ലാറ്റിലേക്ക് തിരിച്ചുപോയി. ഒന്ന് ഫ്രഷായി പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് അവന്റെ മൊബൈൽ ബെല്ലടിക്കുന്ന അവൻ ശ്രദ്ധിക്കുന്നത്. ഡിസ്പ്ലേയിൽ കാണുന്ന പേരാണത് അവന്റെ മുഖത്ത് ഇഷ്ടകേട് നിറഞ്ഞു. എങ്കിലും ശ്വാസം ഒന്ന് ആഞ്ഞുവിട്ട് അവൻ ആൻസർ ബട്ടൺ അമർത്തി. മോനെ ഉണ്ണി, മുത്തശ്ശിയുടെ മോനും മുത്തശ്ശിയോട് വെറുപ്പാണ്. എന്താണ് മോനെ ഒന്നും പറയാത്തത്? മുത്തശ്ശി പറഞ്ഞു, ഞാൻ കേൾക്കുന്നുണ്ട്. ഉണ്ണി, നീ അടുത്ത ആഴ്ച ഇങ്ങോട്ട് വരണം. നിനക്കറിയാലോ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം. അരുന്ധതി മോളെ കൊണ്ട് നിന്നെ വിവാഹം കഴിപ്പിക്കാനാണ് ഇവിടെയുള്ളവരുടെ എല്ലാം തീരുമാനം. മുത്തശ്ശിയുടെ നാവിൽ നിന്ന് കേട്ട വാക്ക് കേട്ടത് അത്രയും നേരം ശാന്തമായി നിന്നിരുന്ന അഗ്നിയുടെ മുഖമെല്ലാം വലിഞ്ഞു മുറുകി. അരുന്ധതിയായിട്ടുള്ള എന്റെ വിവാഹം ആരോട് ചോദിച്ചിട്ടാ നിങ്ങൾ ഓർമ്മിച്ച്? എന്റെ വിവാഹത്തിൽ എന്റെ സമ്മതം ഒന്നുമില്ലേ? ഞാൻ ഒരിക്കലും ഈ വിവാഹത്തിന് സമ്മതിക്കില്ല. നോക്ക് മോനെ, മുത്തശ്ശി പറയുന്ന നീ ഒന്ന് കേൾക്ക്. നിനക്കറിയാനും സ്വത്തുക്കളെല്ലാം നിന്റെ പേരിലാണ് ഉള്ളത്. അത് അവരുടെ കൈപ്പിടിയിൽ ഒതുക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഈ വിവാഹം വേഗത്തിൽ നടത്തുന്നത്. ശത്രുക്കളാ നിനക്ക് ചുറ്റും, സ്വന്തം അച്ഛനും അമ്മയും വരെ. അറിയാലോ അഗ്നി, ഞാൻ നിനക്കൊന്നും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ഇല്ല മുത്തശ്ശി, എന്റെ കോക്കിന് ജീവനുണ്ടെങ്കിൽ ഞാൻ എന്റെ വിവാഹം വൃത്തികെട്ടുള്ളതായിട്ട് നടത്തിക്കില്ല. മോനെ, ഇനി രക്ഷപ്പെടാൻ ഈ ഒരു വഴിയേ ഉള്ളൂ. എന്തു വഴിയാ മുത്തശ്ശി? അവന്റെ കണ്ണുകളൊന്ന് കൂടി. നീ എത്രയും പെട്ടെന്ന് മറ്റൊരു വിവാഹം കഴിക്കണം. ആ പെൺകുട്ടിയെ കൊണ്ട് മാത്രമേ നീ തറവാടിന്റെ പണിയേറാൻ. ഇതല്ലാതെ മറ്റൊരു വഴി ഞാൻ കാണുന്നില്ല. വിവാഹം ലീഗലായി നടന്നു, പിന്നീട് നിന്റെ സ്വത്തിന് ആ പെൺകുട്ടിക്കായിട്ട് പൂർണ്ണമായിട്ടുള്ള അവകാശം. അത് പൂർണ്ണതയിൽ എത്തണമെങ്കിൽ നിങ്ങൾക്കൊരു കുഞ്ഞുകൂടി ഉണ്ടാവണം നിന്റെ രക്തത്തിൽ. അരുന്ധതി ഇവിടെയുള്ള ബാക്കി കൂട്ടർ അതിനുള്ള പടയൊരുക്കങ്ങൾ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുക. ചതിക്കൂടികൾ ധാരാളമാക്കി. അതുകൊണ്ട് സൂക്ഷിച്ച് വേണം ഓരോ ചൂടും വയ്ക്കാം. ഇനിയെല്ലാം നിന്റെ ഇഷ്ടം പോലെ. മുത്തശ്ശിക്ക് ഒരിക്കലും നിന്നെ സഹായിക്കാൻ കഴിയില്ല മോനെ. ഞാനിപ്പോ അങ്ങനെയുള്ള അവസ്ഥയിലാണെന്ന് നിനക്കറിയാമല്ലോ. എനിക്കറിയാം മുത്തശ്ശി. ആ തറവാട്ടിലെ ആകെയുള്ള ആശ്വാസം എനിക്ക് മുത്തശ്ശി അമ്മാവന് മാത്രം. ഞാനെന്തെങ്കിലും വഴിയുണ്ടോ നോക്കണേ. ശരിയെന്നാ. അത് പറഞ്ഞാൽ ഫോൺ കട്ട് ചെയ്യും. ഇനി എന്തൊക്കെ സംഭവിച്ചാൽ ഈ വിവാഹം നടക്കില്ല. ആ സമയം അവൻ സിഗുത്താനായി മാറിയിരുന്നു. ടോണി ഫ്ലാറ്റിലേക്ക് ആയിരുന്നു അഗ്നിയെ ആലോചിച്ച് സോഫയിലിരിക്കുന്ന കണ്ടത്. അഗ്നി, നീ ലോകം നോക്കിയതായോ ഇവിടെ വന്നിരിക്കുന്നത്? നീ എന്തെങ്കിലും കഴിച്ചായിരുന്നോ? ഞാൻ ഫുഡ് കൊണ്ടുവന്നിട്ടുണ്ട്. എങ്ങനെയുണ്ട്? ആർക്ക്? അവന് കളസിയായി അഗ്നിയോട് ചോദിച്ചു. എന്നോട് നീ പറയിപ്പിക്കരുത് കേട്ടോ. എന്തൊരു വാളയ്ക്ക് തെറിയായിരുന്നതാ. ഇതൊക്കെ എവിടെ വരുന്നു? ചെവി അടിച്ചു പോയി. ടോണി ചെവിയിൽ കൈത്തിരി അവനായി പറഞ്ഞു. അവൾക്ക് കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ രണ്ട് കാശങ്ങൾ നിർത്തിയിട്ടാ ഞാനിപ്പോ വന്നത്. പിന്നെ കൂടുതൽ ചോദിക്കാതെ അഗ്നി വേഗം ഭക്ഷണം കഴിച്ച് റൂമിലേക്ക് പോയി. പിറ്റേന്ന് രാവിലെ വൈകി കണ്ണു തുറക്കുമ്പോൾ മുന്നിലിരിക്കുന്ന ആൾ കണ്ടത് അവളുടെ കണ്ണുകൾ വിഴിഞ്ഞു വന്നു. അവന് അവൾ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. അവന്റെ വശ്യതയാർന്ന നോട്ടത്തിൽ അവളൊന്ന് കിടുങ്ങി രസി. അവളുടെ ഉണ്ടക്കണ്ണിൽ പരമീനെ പോലെ കിടന്ന് പിടച്ചു. ഈ സമയം അഗ്നി അവളുടെ മുഖത്ത് വരുന്ന ഭാവമാറ്റങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുകയായിരുന്നു. ഏറെ സമയം റൂമിൽ നിശബ്ദത മാത്രം തളവിട്ട് നിന്നു. കുറച്ചു സമയമായിട്ട് ഹോസ്പിറ്റൽ സ്റ്റാഫുകാരത്തേക്ക് വരാത്തതുകൊണ്ട് അവളാകെ കഷ്ടത്തിലായി. അവൾക്കൊന്ന് ബാത്റൂമിൽ പോകണമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ വഴിയില്ലാതെ അവളോട് ചോദിച്ചു. സർ, ഇവിടെ നേഴ്സ് പോയി. എന്താ കാര്യം? അവന്റെ ഗാംഭീര്യമായ ശബ്ദം കേട്ടത് അവൾക്ക് അടുത്ത ചോദ്യം ചോദിക്കാൻ തോന്നിയില്ല. അവളുടെ കണ്ണിൽ ബാത്റൂമിന്റെ അടുത്തേക്ക് നീങ്ങാണ്ട് അവൾക്ക് കാര്യം മനസ്സിലായി. അവൻ വേഗം എണീറ്റും തന്റെ ശരീരം സ്ട്രെച്ച് ചെയ്ത് വൈകിയുടെ അടുക്കിലേക്ക് നടന്നു നീ. അവൻ എന്താണ് ചെയ്യാൻ പോകുന്ന ആകാംക്ഷ അവനെ തന്നെ നോക്കുന്നതായി പെട്ടെന്ന് വായു ഉയർന്നു പൊങ്ങിയപ്പോഴാണ് കാര്യം മനസ്സിലായത്. അവൻ തന്നെ അവന്റെ കൈക്കൂലാക്കി എടുത്തിരിക്കുകയാണ്. ഒരു നിമിഷം വൈകി അന്താഴ്ച നീങ്ങുപോയി.
ബോധം വന്ന പോലെ അവളുടെ കൈ കിടന്ന് പെടഞ്ഞു. ആ പക്ഷെ സ്റ്റിച്ചിന്റെ വയറിനോട് വേദന വന്നപ്പോഴാണ് അവൾക്ക് ആ സാഹസികം വേണ്ടായെന്ന് തോന്നിയത്. സ്റ്റിച്ച് കൂട്ട് നിനക്കറിയില്ലേ? അവന്റെ ദേഷ്യത്തോടെ ചോദ്യം കേട്ടത് അവളുടെ പൂച്ചക്കുഞ്ഞിനെ പോലെ പതി അവനെ നെച്ചോട് ചേർന്ന് കിടന്നു. അവൻ മറ്റൊന്നും ചിന്തിക്കാതെ അവൾ ബാത്റൂമിലേക്ക് ആക്കി കൊടുത്തു പുറത്തേക്ക് വെയിറ്റ് ചെയ്യുന്നു. അപ്പോഴും അവന്റെ മുഖത്ത് ഇരയെ വലയിലാക്കിയ വേട്ടക്കാരന്റെ മനോഹരമായ ഒരു പുഞ്ചിരിയുണ്ടായിരുന്നു. ബാത്റൂമിൽ കയറി വൈകാകെ പരവേശം തോന്നി തുടങ്ങി. എന്താണ് ഇപ്പോൾ സംഭവിച്ചത് കൃഷ്ണ? സാറിന് എനിക്ക് വേണ്ടി കാവലിക്കുന്നു. ആ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എന്നാൽ തനിക്ക് സംഭവിക്കുന്നു. വൈകി വേഗം ഫ്രഷായി പതിയെ ബാത്റൂമിൽ ഡോർ തുറന്നു. നോക്കുമ്പോൾ തന്നെ കാത്ത് അഗ്നി പുറത്തുനിന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പഴയപടി അവളോട് എടുത്തുവെച്ച് നേരെ കട്ടിൽ കൊണ്ടുപോയി കിടത്തി. അവൾ നീട്ടിയ ചായയിലേക്ക് അവനെ മാറി മാറി നോക്കി വൈക. അവൾ ചായ വാങ്ങുന്നില്ലെന്ന് കണ്ടത് അവന്റെ മുഖമൊന്നു മാറി. പെട്ടെന്ന് അവന്റെ മുഖം മാറി നിന്നത് അവൾ മറ്റൊന്നും ചിന്തിക്കാതെ വേഗം ചായ കുടിച്ചു. അതിനെ അവൻ അവിടെ നോക്കി അമർത്തി മൂടി. പിന്നെ അവൾ നിശബ്ദം മാത്രം തളർന്നിട്ട് നിന്നു. അല്പസമയം കഴിഞ്ഞു അഗ്നിയുടെ സംസാരം പുറത്തുവിട്ടു. എനിക്ക് നിന്നോട് കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണം. നമ്മളിപ്പോൾ പറയുന്ന കാര്യങ്ങൾ നമ്മുടെ രണ്ടുപേരുടെ ഇടയിൽ മാത്രം നിൽക്കാൻ പാടുള്ളൂ. മൂന്നാമതൊരാൾ അറിയാൻ പാടില്ല. എസ്പെഷ്യലി ടോണി. വൈകക്ക് അഗ്നി എന്നാൽ പറയാൻ പോകുന്നത് യാതൊരു പിടിക്കുകയായിരുന്നു. പക്ഷെ പറഞ്ഞു വരുന്നത് സീരിയസ് മാറ്ററാണ്. അവരുടെ സംസാരത്തിൽ നമുക്ക് മനസ്സിലായി. അവൻ കുറച്ചേരം കണ്ണടച്ച് നാല് ശ്വാസം വലിച്ചിട്ടു. എന്നിട്ട് പതിയെ കണ്ണുകൊണ്ട് വൈകിയെ നോക്കിയിട്ട് പറഞ്ഞു, എനിക്ക് തന്നെ വിവാഹം കഴിക്കണം. ആ വീടിന് ഡിസ്ചാർജിന് ശേഷം എത്രയും പെട്ടെന്ന് ഒരിക്കലും അഗ്നിദേവിയുടെ ഭാര്യയാവാൻ. അവൻ പറയുന്നത് വൈകിയുടെ കണ്ണിൽ മിഴിഞ്ഞു വന്നു. അവൾക്ക് അവൻ പറഞ്ഞ സത്യം ശരിക്കും മനസ്സിലായില്ല. എന്താ പറഞ്ഞ? എനിക്ക് അങ്ങോട്ട് അവൾ മുഴുവൻ പറയാൻ ശ്രമിക്കാതെ അവൻ കൈയുയർത്തി തടഞ്ഞു. എന്തു കാര്യം ഒരു വട്ടം പറഞ്ഞിട്ട് അഗ്നിക്ക് ശീലമുള്ളൂ. പക്ഷെ ഇപ്പൊ സാഹചര്യം അതല്ല. നിനക്ക് ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുള്ളത് ആ മുഖം കണ്ടാലറിയാം. അതായത് നിനക്കിപ്പോ താമസിക്കേണ്ട ഒരു സുരക്ഷിതമായ ഷെൽട്ടറുമാണ്. എനിക്കാണെങ്കിൽ എത്രയും പെട്ടെന്ന് വിവാഹം കഴിച്ചേ പറ്റും. പക്ഷെ നീ വിചാരിക്കുന്ന പോലെ നമ്മൾ ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കാൻ വേണ്ടിയല്ല ഞാൻ പെട്ടെന്ന് വിവാഹം കഴിക്കുന്നത്. പുറമേയുള്ളവരുടെ കടലിൽ നമ്മൾ ശരിക്കും ഭാര്യ ഭർത്താക്കന്മാരായിരിക്കും. എന്നാൽ നമ്മൾ തമ്മിൽ ഒരു കരാറുണ്ടാവും. അതായത് 1 വർഷത്തേക്ക്. അതുവരെ നീ ലീഗിന്റെ ഭാര്യയായിരിക്കും. അല്ല, ഭാര്യയായിട്ട് അഭിനയിക്കണം. 1 വർഷം കഴിഞ്ഞ് ഞാൻ അമേരിക്കയിലേക്ക് പോകും. അപ്പൊ ഞാൻ സ്വതന്ത്രയാക്കുന്നതാണ്. 1 വർഷം കഴിഞ്ഞ് നിനക്ക് എന്തായാലും തങ്ങാൻ ഒരു സുരക്ഷിതമായ ഇടവും ഒപ്പം പണം ഞാൻ നടക്കും. അത് ഈ അഗ്നിദേവ നിനക്ക് വാക്കാണ്. എന്ത് പറയുന്ന വൈകാ?